ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു നെക്സ്റ്റ് സെക്ഷൻ. നമ്മൾ മൊഡ്യൂൾ 1-ന്റെ ടോപ്പിക്സുകളാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ലെക്ചർ 5 പാർട്ട് 4 ആണ്. അപ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് പാർട്ടായിട്ട് ലെക്ചർ 5 ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫ്ലോ സെൻസറുകളെ കുറിച്ചാണ്. അപ്പോൾ പാർട്ട് 4 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോറിയോലിസിസ് മീറ്ററിനെ കുറിച്ചാണ്. ഫ്ലോ സെൻസറായിട്ട് യൂസ് ചെയ്യുന്ന കോറിയോലിസിസ് മീറ്റർ. കോറിയോലിസിസ് മീറ്റർ എന്ന് പറയുമ്പം ഇതിന്റെ ബേസിക് ഓപ്പറേഷൻ എന്ന് പറയുന്നത് എന്താണ്? പ്രിൻസിപ്പിൾ ഓഫ് മോഷൻ മെക്കാനിക്സ് എന്ന് പറയുന്ന ബേസിക് ഓപ്പറേഷൻ വെച്ചിട്ടാണ് ഈ കോറിയോലിസിസ് മീറ്റർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ ബേസിക്സ്, ഈ പ്രിൻസിപ്പിൾ ഓഫ് മോഷൻ മെക്കാനിക്സ് എന്ന് പറയുമ്പം ഇപ്പോൾ ഒരു ഫ്ലൂയിഡ് മൂവ്സ് ത്രൂ എ വൈബ്രേറ്റിംഗ് ട്യൂബ് ഈസ് ഫോഴ്സ്ഡ് ടു ആക്സിലറേറ്റ് ആസ് ഇറ്റ് മൂവ്സ് ടുവേഴ്സ് ദ പോയിന്റ് ഓഫ് പീക്ക് ആംപ്ലിറ്റ്യൂഡ് വൈബ്രേഷൻ. അതാണ് ആ മോഷൻ മെക്കാനിക്സ്. അപ്പോൾ ഒരു വൈബ്രേറ്റിംഗ് ട്യൂബ് ഉണ്ട്. ഇപ്പോൾ ഒരു ട്യൂബ്, എക്സാമ്പിൾ ഈ ട്യൂബ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ മേലോട്ടും താഴോട്ടും ഓസിലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ വൈബ്രേറ്റ് ചെയ്യുക ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ ട്യൂബിനുള്ളിൽ കൂടെ ഒരു ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുകയാണ്. അതായത് ഈ വൈബ്രേറ്റിംഗ് ട്യൂബിനുള്ളിൽ കൂടെ ഒരു ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഇത് ആംപ്ലിറ്റ്യൂഡ് ഓഫ് വൈബ്രേഷൻ എന്ത് പറ്റും? ചേഞ്ച് പറ്റും. അതായത് പീക്ക് ആംപ്ലിറ്റ്യൂഡ് ഓഫ് വൈബ്രേഷൻ, അതായത് ആക്സിലറേറ്റ് ചെയ്യാൻ തുടങ്ങും. എങ്ങോട്ട്? പോയിന്റ് ഓഫ് പീക്ക് ആംപ്ലിറ്റ്യൂഡ് ഓഫ് വൈബ്രേഷനിലേക്ക് ഈ ട്യൂബിനെ എന്ത് ചെയ്യും? മൂവ് ചെയ്യിക്കും. അപ്പം അങ്ങനെയുള്ള മൂവ്മെന്റിനെയാണ് നമ്മൾ കൺവേർട്ട് ചെയ്തിട്ട് എന്തായിട്ട് എടുക്കുന്നു? അതിന്റെ ഫ്ലോ എത്ര ആണെന്നുള്ളത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം കൺവേഴ്സലി ഡീസലറേറ്റിംഗ് ഫ്ലൂയിഡ് മൂവ്സ് അവേ ഫ്രം ദ പോയിന്റ് ഓഫ് പീക്ക് ആംപ്ലിറ്റ്യൂഡ് അത് എക്സിറ്റ് ദ ട്യൂബ്. അപ്പം അതേപോലെ ഇപ്പം നമ്മൾ ആക്സിലറേറ്റ് ചെയ്യുന്നത് പീക്ക് ആംപ്ലിറ്റ്യൂഡിലേക്ക് പോകുന്ന പോലെ തന്നെ ഡീസലറേറ്റിംഗ് ഫ്ലൂയിഡ് എന്ത് ചെയ്യുന്നുണ്ട്? എവേ ഫ്രം ദ പീക്ക് ആംപ്ലിറ്റ്യൂഡ്. അപ്പം നമുക്ക് എന്ത് പറ്റും? ഇതേപോലെ ഒരു മൂവ്മെന്റ് ആയിരിക്കും എന്തുണ്ട് വരുന്നത്? ട്യൂബിന് ഉണ്ടാവുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ വൈബ്രേറ്റ് ഉണ്ടെങ്കിൽ ട്യൂബ് എന്ത് പറ്റും? ഇങ്ങനൊരു കർവ്ഡ് ഏരിയയിൽ ഇതെന്ത് ചെയ്യും? പീക്ക് ടു ലോ അതിലെ രീതിയിൽ ആംപ്ലിറ്റ്യൂഡിൽ ഇത് വൈബ്രേറ്റ് ചെയ്യും. ഇതെന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇതിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ട്വിസ്റ്റിംഗ് റിയാക്ഷൻ ആയിരിക്കും ഈ ട്യൂബിനുണ്ടാകും. അപ്പം ഇതിങ്ങനെ മേലോട്ടും താഴോട്ടും വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഫ്ലോ മൂലം ഒരു ട്വിസ്റ്റിംഗ്, ഇതേപോലെ ട്വിസ്റ്റിംഗ് ആയിട്ടുള്ളൊരു റിയാക്ഷൻ ആയിരിക്കും എപ്പോൾ ഉണ്ടാകുന്നത്? ഈ ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുമ്പം ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഒരു ബേസ്മെന്റ് വെച്ചിട്ടാണ് ഈ കോറിയോലിസിസ് മീറ്റർ വർക്ക്. അപ്പോൾ ഡ്യൂറിംഗ് നോ ഫ്ലോ കണ്ടീഷൻ ദെയർ ഈസ് നോ കോറിയോലിസിസ് എഫക്ട് ആൻഡ് ദ സൈൻ വേവ്സ് ആർ ഇൻ ഫേസ് വിത്ത് ഈച്ച് അതർ. When fluid is moving through the sensors tubes, Coriolis forces are induced, causing the flow tube to twist in opposing to each other. The time difference between the sine wave is measured and is called delta t, which is directly proportional to the mass flow rate. നമ്മൾ നോ ഫ്ലോ കണ്ടീഷൻ അതെന്തായിരിക്കും? അതിനകത്ത് സൈൻ വേവ് നോർമൽ കണ്ടീഷനിലായിരിക്കും, കോറിയോലിസിസ് എഫക്റ്റ് ഉണ്ടാവുന്നില്ല. പക്ഷെ ഫ്ലൂയിഡ് മൂവ് ചെയ്യാൻ തുടങ്ങുമ്പം എന്ത് പറ്റും? ഇതിനകത്ത് കോറിയോലിസിസ് ഫോഴ്സ് ഉണ്ടാവുകയും ഈ ട്യൂബിന് ട്വിസ്റ്റിംഗ് മോഷൻ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആ ടൈം ഡിഫറൻസ് ബിറ്റ്വീൻ ദ സൈൻ വേവ്, അപ്പോൾ നമ്മൾ ആ ട്വിസ്റ്റിംഗ് മോഷൻ ഉണ്ടാവുന്ന സൈൻ വേവിനകത്തെ ടൈം ഡിഫറൻസ് മെഷർ ചെയ്യുകയാണെങ്കിൽ അതെന്തായിരിക്കും? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ മാസ്. എത്രയാണോ മാസ് ഫ്ലോ റേറ്റ് അതിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. പിന്നെ അതൊരു വൈബ്രേറ്റിംഗ് ട്യൂബാണ് ആ ഫ്ലൂയിഡ് ഫോഴ്സ് ചെയ്യുന്നത്. അപ്പോൾ ചേഞ്ചസ് ഇൻ ഫ്രീക്വൻസി, phase shift or amplitude. The sensor signal is fed into the integrally mounted PC board. The resulting output signal is proportional to the mass flow rate. In a Coriolis mass flow meter, the swinging is generated by vibrating the tube in which the fluid flows. The amount of twist is proportional to the mass flow rate of the fluid passing through the tube. Sensors and a Coriolis mass flow meter transmitter are used to measure the twist and generate a linear flow signal. ഇതിനകത്ത് നമ്മൾ സെൻസറാണ് യൂസ് ചെയ്യുന്നത് ഇതിന്റെ ട്വിസ്റ്റ് എത്ര ആണെന്നുള്ളത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്. കോറിയോലിസ് മാസ് ഫ്ലോ മീറ്റേഴ്സ് മെഷർ ദ മാസ് ഫ്ലോ ഓഫ് ലിക്വിഡ് സച്ച് ആസ് അമോണിയ, വാട്ടർ, ആസിഡ്, കാസ്റ്റിക് കെമിക്കൽസ് ആൻഡ് ഗ്യാസസ് ഓർ വേപ്പേഴ്സ്. ഏത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന്റെ ഫ്ലോ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് കോറിയോലിസിസ് മീറ്റർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ബിക്കോസ് മാസ് ഫ്ലോ ഈസ് മെഷേർഡ്, ദ മെഷർമെന്റ് ഈസ് നോട്ട് അഫക്റ്റഡ് ബൈ ഫ്ലൂയിഡ് ഡെൻസിറ്റി ചേഞ്ചസ്. ഫ്ലൂയിഡിന്റെ ഡെൻസിറ്റി ചേഞ്ചസ് നമ്മൾ ഈ മാസ് ഫ്ലോ റേറ്റ് മെഷർ ചെയ്യുന്നതിൽ കോറിയോലിസിസ് മീറ്റർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അഫക്റ്റ് ചെയ്യത്തില്ല. Coriolis mass flow meters measure the force resulting from the acceleration caused by mass moving towards the center of rotation. This effect can be experienced when riding a merry-go-round. When moving towards the center will cause a person to have a lean into the rotation so as to maintain balance. As related to flow meters, the effect can be demonstrated by flowing water in a loop of flexible hose that is swing back and forth in front of the body with
both hands, because the water is flowing towards the away from the hand. Opposite forces are generated and cause the course to change. There are two basic configuration of Coriolis flow meter: the curved tube flow meter and the straight tube flow. ഈ പറഞ്ഞിരിക്കുന്ന നമ്മളിപ്പോൾ ഒരു ഹോസ് എടുത്തിട്ട് അത് ഞാനിപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഹോസിനെ നമ്മൾ നോർമലി ഇങ്ങനെ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നോ ഫ്ലോ കണ്ടീഷനിൽ ആ ഹോസ് എന്തായിരിക്കും, സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കും. പക്ഷെ വാട്ടർ അകത്തൂടെ ഫ്ലോ ചെയ്യുന്ന കണ്ടീഷൻ ആകുമ്പം അതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഓപ്പോസിറ്റ് ഫോഴ്സ് ജനറേറ്റ് ചെയ്യും, ഫോഴ്സ് ട്വിസ്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ കൊറിയോളിസ് മീറ്ററിനകത്ത് ഈ ട്യൂബിനെ നമ്മൾ ഓക്സിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് മാഗ്നറ്റിനെ ഇവിടെ രണ്ട് സൈഡിലായിട്ട് നമ്മൾ ഒരു മാഗ്നറ്റിനെ ഒരു കോയിലും രണ്ട് ട്യൂബ്സ് ആയിരിക്കും നോർമലി വരുന്നത്. ഈ രണ്ട് ട്യൂബുകൾ തമ്മിൽ രണ്ടൊരു മാഗ്നറ്റും കോയിലും വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ നോർത്ത് ആൻഡ് സൗത്ത് പോൾ വെച്ച് റിപ്പൾഷൻ വെച്ചിട്ട് എന്ത് പറ്റും, ഈ ട്യൂബുകൾ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഒരു നമ്മൾ കോയിലിനെ എനർജൈസ് ചെയ്ത് കഴിയുമ്പം ഈ ട്യൂബുകളുടെ രണ്ട് ട്യൂബ് കാണും, ഈ ട്യൂബ് ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം അങ്ങനെ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന നോ ഫ്ലോ കണ്ടീഷനിൽ രണ്ട് സെൻസേഴ്സ് നമ്മൾ രണ്ട് പൊസിഷനിൽ വെച്ച് കഴിഞ്ഞാൽ നോ ഫ്ലോ കണ്ടീഷനിൽ എന്തായിരിക്കും, ഈ സെൻസേഴ്സ് മെഷർ ചെയ്യുന്ന ഓസിലേഷൻ സെയിം ആയിരിക്കും. പക്ഷെ ഫ്ലോ കണ്ടീഷൻ വരുമ്പം ഈ ട്യൂബ് ട്വിസ്റ്റ് ചെയ്യാൻ തുടങ്ങും, അല്ലെങ്കിൽ ഇതിനകത്ത് കോരിയോളിസ് എഫക്റ്റ് വരികയും ഈ സെൻസറിൽ കിട്ടുന്ന രണ്ടിന്റെയും ട്വിസ്റ്റഡ് റേഡിയേഷൻസ് എത്രയാണോ അത് വെച്ചിട്ടാണ് കോരിയോളിസിസ് മീറ്റർ വെച്ചിട്ട് നമ്മൾ ഫ്ലോ മെഷർ ചെയ്യുന്നത്. Ever witnessed this phenomenon? When a hose filled with water swings, it does not twist. But when a water flow is turned on, the water is forced through the swinging hose. The hose twists as a result of the changing angular velocity in the curved hose. That's the Coriolis effect in action. A Rotamus operates on this principle to deliver the most accurate measuring results. See for yourself. For practical exploitation of this principle, it is sufficient for the two measuring tubes to perform oscillations on a small section of a circular path. This is achieved by exciting the measuring tubes with an electromagnetic exciter in its first resonance frequency. When no mass is flowing, the two tubes oscillate symmetrically. But when a mass flows through the tubes deform proportionally to the mass flow rate. This deformation is registered by two sensors and forms the basis of the measuring result. A phase shift occurs between the first and the second sensor. The mass flow rate is derived from this phase difference. Should further the density of the media need to be determined, it is simply computed by evaluation of the oscillation frequency of the measuring tubes.